നാഗമണികൻ 2-ന്റെ എപ്പിസോഡ് 10ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത സീനിൽ പാറു പാലസിലേക്ക് വരുമ്പോൾ എല്ലാവരും വിവാഹത്തിനുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യുകയാണ്. അത് നോക്കി പാറു നിൽക്കുമ്പോൾ പാറുവിന്റെ അടുത്തേക്ക് ചങ്കു വരുന്നു. ചങ്കു പാറുവിന്റെ അടുത്ത് പോയിട്ട് പാറുവിനോട് ഇന്നലെ അങ്ങനെയെല്ലാം പറഞ്ഞതിന് സോറി എന്ന് പറയുകയാണ്. ചങ്കുവിനെ കാണുന്ന പാറുവിന് ഒരു ഐഡിയ തോന്നുകയാണ്. രംഭയ്ക്ക് മോഹിനിയെ കുറിച്ച് ഒന്നും അറിയില്ല, പക്ഷേ ചങ്കുവിന് എന്തെങ്കിലും അറിയാമായിരിക്കുമെന്ന് മനസ്സിലാക്കുന്ന പാറു ചങ്കുവിനോട് കാരണം എന്താണെന്ന് ചോദിക്കുകയാണ്. നിങ്ങളുടെ മുഖഛായയുള്ള പാറുവിന് എന്റെ ചേച്ചിയെ ഇഷ്ടമല്ലായിരുന്നു. ചേച്ചിയെ അവർ ഉപദ്രവിക്കുന്നത് കൊണ്ട് ചേച്ചി അവരുടെ കുടുംബത്തിനെ ഇല്ലാതാക്കി എന്ന് പറയുകയാണ് ചങ്കു. എങ്ങനെയെന്ന് സ്നേഹത്തോടെ പാറു ചോദിക്കുമ്പോൾ ചങ്കു പറയാൻ തുടങ്ങുന്ന സമയം മോഹിനി നിൽക്കുന്നത് കാണുന്ന ചങ്കു പിന്നീട് പറയാമെന്ന് പറയുകയാണ്. പാറു ചങ്കുവിനോട് കൊഞ്ചി സംസാരിക്കുന്നതെല്ലാം കണ്ടു നിൽക്കുകയാണ് ദേവ്. ചങ്കുവിൽ നിന്ന് എങ്ങനെയെങ്കിലും ബാക്കിയും കൂടി അറിയണമെന്ന് പറഞ്ഞു നിൽക്കുകയാണ് പാറു. ഈ സമയം ബുൽബുല് പാറുവിന്റെയും ദേവിന്റെയും ഫോട്ടോയിൽ നോക്കി പാറുവിനെ അമ്മയായി വേണമെന്ന് മോഹിനി ആന്റിയെ വേണ്ട എന്നും പറഞ്ഞ് മഹാദേവനെ വിളിച്ച് പ്രാർത്ഥിച്ചു വരികയാണ്. അത് കേട്ട് അവിടെ വരുന്ന മോഹിനി മാന്ത്രിക മുടി കൊണ്ട് ബുൽബുലിനെ ചുറ്റുകയും ബുൽബുലിനെ ഉപദ്രവിക്കുകയും ചെയ്യുകയാണ്. ഈ സമയം ബുൽബുലിന് കൊടുക്കാൻ പാലുമായി വരികയാണ് പാറു. മോഹിനി ബുൽബുലിനെ ഉപദ്രവിക്കുന്നതിനിടയിൽ മോഹിനിയുടെ വിവാഹ ഡ്രസ്സ് തീ പിടിക്കുകയാണ്. അത് കണ്ട് ദേഷ്യം വരുന്ന മോഹിനി ശക്തി പ്രയോഗിച്ച് ബുൽബുലിനെ ഉപദ്രവിക്കുന്നത് പാറു കാണുകയാണ്. മോഹിനി ബുൽബുലിനെ ദൂരേക്ക് എറിയുമ്പോൾ പാറു പകുതി നാഗമായി മാറി വാലുകൊണ്ട് ബുൽബുലിനെ പിടിക്കുകയാണ്. കർട്ടന്റെ പുറകിൽ നിന്നാണ് പാറു ബുൽബുലിനെ രക്ഷിച്ചത്. കർട്ടന്റെ പുറകിൽ പാറു നിൽക്കുന്നത് കൊണ്ട് ആരാണ് ബുൽബുലിനെ രക്ഷപ്പെടുത്തിയതെന്ന് മനസ്സിലാവാതെ നിൽക്കുകയാണ് മോഹിനി കർട്ടൻ മാറ്റി നോക്കുന്നതിന് മുമ്പ് തന്നെ പാറു അവിടെ നിന്ന് പോകുന്നു. മോഹിനി ബുൽബുലിനോട് ആരാണ് രക്ഷിച്ചതെന്ന് ചോദിക്കുമ്പോൾ ബുൽബുൽ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. കുറച്ചു കഴിയുമ്പോൾ പാറു വിവാഹത്തിന് മുമ്പുള്ള ഒരു ചടങ്ങെന്നും പറഞ്ഞ് പാറു എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഗിഫ്റ്റിൽ ഒരു ഡോളും ഉണ്ട്. പാറു ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് കണ്ട് ഇഷ്ടപ്പെടാത്ത ദേവ് പാറുവിനെ വഴക്ക് പറയുന്നത് കാണുന്ന ദേവിക പണ്ട് മുതൽ തുടർന്ന് വരുന്ന ആചാരങ്ങളെ കുറ്റം പറയരുത് ദേവ് എന്ന് പറയുകയാണ്. ശേഷം എല്ലാവരും സന്തോഷത്തോടെ പാറുവിന്റെ കൂടെ ഡാൻസ് ചെയ്യുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്ന സമയം പാറു എല്ലാവരുടെ കയ്യിലും ഡോള് കൊടുക്കുകയാണ്. മുത്തശ്ശനും ഡോള് കൊടുക്കുന്നു. ചങ്കുവിനും പാറു ഡോള് കൊടുക്കുമ്പോൾ പാറു റൊമാൻറ്റിക്കായി ചങ്കുവിനോട് സംസാരിക്കുന്നതെല്ലാം ദേവ് കാണുന്നു. ബുൽബുലിന് ഡോള് കൊടുക്കാൻ പോകുമ്പോൾ ബുൽബുലിന് ഡോള് വാങ്ങാതെ പിണങ്ങി പോവുകയാണ്. അത് കാണുന്ന പാറു ബുൽബുലിന്റെ പുറകെ പോകുന്നു. ശേഷം റൂമിലിരിക്കുന്ന ബുൽബുല് മാവ് കൊണ്ട് ശിവലിംഗം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവിടെ പാറു വരുന്നു. പാറു ബുൽബുലിനോട് കാര്യം ചോദിക്കുമ്പോൾ ബുൽബുല് 108 ശിവലിംഗം ഉണ്ടാക്കുകയാണെന്നും 108 എണ്ണം ഉണ്ടാക്കിയാൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ മോഹിനി ആന്റിയുടെയും ഡാഡിയുടെയും വിവാഹം നടക്കില്ല എന്നും പറയുകയാണ്. അത് കേൾക്കുന്ന പാറുവിന് വിഷമം വരികയാണ്. പാറുവിന്റെ മനസ്സിലും മോഹിനി ബുൽബുലിന്റെ അമ്മയാകുന്നത് ഇഷ്ടമല്ല. പിന്നെ പാറുവിന് ഇതിൽ ഇടപെടാൻ കഴിയില്ല. ബുൽബുലാണെങ്കിലോ പാറുവിനെ അമ്മയായി കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്. മറുവശത്ത് ദേവികയെ ഫോണിൽ ആരോ വിളിച്ചിട്ട് 5 വർഷത്തിന് ശേഷം തിരിച്ചു വരികയാണെന്ന് പറയുകയാണ്. ആ സമയം അവിടെ വരുന്ന മുത്തശ്ശനോട് ദേവിക അയാൾ വന്നിട്ടുണ്ട്, അയാളെ എനിക്ക് കാണണമെന്ന് ദേഷ്യത്തോടെ പറയുകയാണ്. അത് കേൾക്കുന്ന മുത്തശ്ശൻ സൂക്ഷിച്ചു പോകണമെന്ന് ദേവികയോട് പറഞ്ഞിട്ട് മുത്തശ്ശൻ പാറു കൊടുത്ത ഡോള് നോക്കി നിൽക്കുകയാണ്. ആ ഡോളിൽ പാറു സ്പൈ ക്യാമറ വെച്ചിട്ടുണ്ട്. മുത്തശ്ശൻ ആ ഡോളിൽ ഡൗട്ട് ഉള്ളത് കൊണ്ട് മുത്തശ്ശൻ ആ ഡോളിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. മറുവശത്ത് പാറു പറഞ്ഞിട്ട് ഡിസൈനർ വരികയാണ്. മോഹിനിയുടെ വിവാഹ ഡ്രസ്സ് കത്തിയത് കൊണ്ട് പുതിയൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനാണ് ഡിസൈനർ വന്നത്. ഡിസൈനർ ഡിസൈൻ ചെയ്ത ഡ്രസ്സ് കാണാൻ എല്ലാവരും അയാളുടെ കൂടെ പോവുകയാണ്. ഈ സമയം പാറുവിന്റെ അടുത്ത് വരുന്ന ചങ്കുവിനെ കാണുന്ന പാറു ചങ്കുവിനോട് പാറുവിന്റെ ഫാമിലിയെ ഇല്ലാതാക്കിയത് ആരെല്ലാമാണെന്ന് ചോദിക്കുകയാണ്. ഈ പാലസിലുള്ളവരും അതിൽ ഉൾപ്പെടും. ഒരാളുടെ പേര് ബോല എന്ന് പറഞ്ഞ് അടുത്ത് പറയാൻ തുടങ്ങുന്നതും അവിടെ വരുന്ന ബുൽബുല് പാറുവിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. പാറുവിനോട് ബുൽബുല് ഈ വിവാഹം നടക്കുന്നത് തടയാനല്ലേ നോക്കേണ്ടത്, പിന്നെ എന്തിനാണ് നടത്താൻ ശ്രമിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന പാറു ബുൽബുലിനോട് ബുൽബുലിന്റെ ഡാഡിക്ക് വേണ്ടിയിട്ടാണ് പെണ്ണ് കാണൽ ചടങ്ങാണ് ഇവിടെ നടക്കുന്നതെന്നും നിനക്ക് ഇഷ്ടപ്പെട്ട അമ്മയെ നമുക്ക് കണ്ടുപിടിക്കാമെന്നും പറയുകയാണ്. ശേഷം അവിടെ നിന്ന് പോകുന്ന പാറു ഫാഷൻ നടക്കുന്ന സ്ഥലത്ത് പോവുകയാണ്. അവിടെ ഓരോ വിവാഹ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന പെൺകുട്ടിയും ദേവിന്റെ അടുത്ത് പോയി ദേവിനെ പ്രപ്പോസ് ചെയ്യുകയാണ്. ആ പെൺകുട്ടികളെല്ലാം കണ്ട് ഇഷ്ടപ്പെടാതെ ഇരിക്കുകയാണ് ദേവ്. ഈ സമയം ഡിസൈനറിന്റെ ലാസ്റ്റ് ഡ്രസ്സ് ഇടാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞ പെൺകുട്ടി വന്നില്ല. അതുകൊണ്ട് ആ പെൺകുട്ടിക്ക് പകരം പാറുവിനോട് പോകാൻ പറയുകയാണ് ഡിസൈനർ. അത് കേൾക്കുന്ന പാറു അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം സമ്മതിക്കുകയാണ്. ഇതെല്ലാം ബുൽബുല് കാണുന്നുണ്ട്. ബുൽബുല് മരിച്ചുപോയ അമ്മയുടെ വിവാഹ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോയി പാറുവിന്റെ റൂമിൽ ഇരിക്കുന്ന ഡ്രസ്സ് മാറ്റിയിട്ട് ബുൽബുൽ കൊണ്ടുവന്ന ഡ്രസ്സ് അവിടെ വെക്കുകയാണ്. മറുവശത്ത് പെൺകുട്ടികൾ ശല്യം ചെയ്യുന്നത്
കാണുന്ന ദേവ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് പാറു വരികയാണ്. പാറുവിനെ കാണുന്ന ദേവ് ചെറിയൊരു സ്മൈലോടെ നിൽക്കുകയാണ്. പാറു മുന്നിലോട്ട് വരുംതോറും ദേവിന്റെ സ്മൈല് മാറുകയാണ്. ദേവിന് ആ ഡ്രസ്സ് ഏതാണെന്ന് മനസ്സിലാവുകയാണ്. അത് കണ്ട് ദേഷ്യം വരുന്ന ദേവ് പാറുവിന്റെ അടുത്ത് പോയിട്ട് പാറുവിനോട് ആരോട് ചോദിച്ചിട്ടാണ് വിവാഹ ഡ്രസ്സ് ഇട്ടതെന്ന് അലറിക്കൊണ്ട് വയലന്റായി ചോദിക്കുകയാണ്. ദേവിന്റെ ഭാവം കണ്ട് പേടിച്ചു നിൽക്കുകയാണ് പാറുവും മറ്റെല്ലാവരും. നീ ചെയ്ത ഈ തെറ്റ് ഞാൻ ഒരിക്കലും മറക്കില്ല. നീ ഞാൻ തന്ന എല്ലാ ലിമിറ്റ്സും ക്രോസ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ദേവ് ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നു. ബുൽബുല് വിഷമിച്ച് നിൽക്കുകയാണ്. പാറു വിഷമിച്ച് നിൽക്കുന്നത് കാണുന്ന ദേവിക പാറുവിന്റെ അടുത്ത് പോയിട്ട് പാറുവിനോട് ഈ ഡ്രസ്സ് ദേവിന്റെ ആദ്യ വൈഫിന്റേതാണ്. അത് കണ്ടപ്പോൾ ദേവ് മറക്കാൻ ശ്രമിച്ചതെല്ലാം അവന് ഓർമ്മ വന്ന് കാണും. ദേവിന് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. പാറുവിനൊന്നും തോന്നരുതെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന പാറുവിന് ഈ കാര്യം അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ്. പാറു അറിയാതെയാണെങ്കിലും ദേവിന്റെ മനസ്സ് വേദനിപ്പിച്ചതിൽ പാറുവിന് വിഷമം തോന്നുന്നുണ്ട്. അടുത്ത സീനിൽ പാറു ഓരോ റൂമിൽ ഇരിക്കുന്ന ക്യാമറയിൽ റെക്കോർഡായ വീഡിയോസ് കാണുകയാണ്. അതിൽ ദേവിക ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് കണ്ട് പാറുവിന് ഡൗട്ട് തോന്നുകയാണ്. ഡൗട്ട് തോന്നുന്ന പാറു ദേവിക ആരെയോ കാണാൻ പോകുന്നത് അറിയുന്ന പാറു ദേവികയുടെ പുറകെ നാഗമായി മാറി പോകുന്നു. ശേഷം ദേവിക കാറിൽ വരുന്ന ഒരു ഡോക്ടറുടെ മുന്നിൽ ഗണ്ണ് കാണിച്ച് നിൽക്കുകയാണ്. ദേവിക അയാളോട് കാറിൽ നിന്ന് ഇറങ്ങാൻ പറയുന്നത് കേട്ട് പേടിക്കുന്ന അയാൾ കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. ദേവിക അയാളോട് 5 വർഷം മുമ്പ് ഹോസ്പിറ്റലിൽ എന്താണ് നടന്നത് സത്യം പറയാൻ പറയുകയാണ്. അത് കേൾക്കുന്ന അയാൾ സത്യം പറയാൻ തുടങ്ങുന്നതും അവിടെ മറഞ്ഞു നിൽക്കുന്ന ഒരാൾ ആ ഡോക്ടറെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അത് കണ്ട് പേടിക്കുന്ന ദേവിക ഡോക്ടറോട് ബുൽബുൽ ആരുടെ മകളാണെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഡോക്ടർ മരിക്കുന്നു. ഈ സമയം അറിഞ്ഞു നിന്ന അയാൾ ദേവികയുടെ മുന്നിൽ വരികയും ദേവികയുടെ നേരെ ഗണ്ണ് കാണിച്ച് നിൽക്കുകയും ചെയ്യുകയാണ്. അത് കണ്ട് ദേവിക പേടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന നാഗം അയാളെ കൊല്ലുകയാണ്. എന്നിട്ട് ആ നാഗം ദേവികയുടെ അടുത്തേക്ക് പോവുകയാണ്. ദേവിക പേടിച്ച് കണ്ണടച്ച് അലറി വിളിക്കുകയാണ്. പാറുവിന് ദേവികയ്ക്കെതിരായി സ്ട്രോങ് ആയ തെളിവൊന്നും കിട്ടാത്തത് കൊണ്ട് ദേവികയെ കൊല്ലാതെ പാറു അവിടെ നിന്നും പോകുന്നു. ശേഷം പേടിച്ച ദേവിക തിരിച്ചു വന്ന് അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും മുത്തശ്ശനോട് പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന മുത്തശ്ശന് നാഗമായി വന്നത് പാറു ആണെന്ന് ഡൗട്ട് തോന്നുകയാണ്. അടുത്ത സീനിൽ ദേവിന്റെ അടുത്ത് പോകുന്ന പാറു ദേവിനോട് വിഷമിപ്പിച്ചതിന് സോറി, ആ ഡ്രസ്സ് ആരാണ് റൂമിൽ കൊണ്ടുവച്ചതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുകയാണ്. ഇതെല്ലാം ബുൽബുലും മോഹിനിയും കാണുന്നുണ്ട്. സത്യം എന്ത് എന്നറിയാതെ എടുത്തു ചാടി ഞാൻ ദേഷ്യപ്പെട്ടതിന് സോറി എന്ന് പറയുകയാണ് ദേവ് വിഷമിച്ച് നിൽക്കുന്നത് കാണുന്ന പാറു ദേവിനോട് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിയുമെന്ന് പറയുകയാണ്. അത് കേട്ട് ഒന്നും പറയാതെ ദേവ് അവിടെ നിന്ന് പോകുന്നു. മറുവശത്ത് മുത്തശ്ശൻ എല്ലാ റൂമിലും ഇരിക്കുന്ന ഡോൾ എടുത്തുകൊണ്ട് പോയി കത്തിക്കുകയാണ്. ഈ കാര്യം മനസ്സിലാക്കുന്ന പാറു ഓടി വരുമ്പോഴത്തേക്കും കത്തിക്കിടക്കുന്ന ഡോള് കാണുകയാണ്. പാറുവിനെ കുറിച്ചുള്ള സത്യം അറിയാവുന്ന ആരോ ആണ് ഇതെല്ലാം ചെയ്തതെന്ന് പാറുവിന് മനസ്സിലാവുകയാണ്. മുത്തശ്ശൻ മൂന്നാമത്തെ മുഖംമൂടിയോട് ഫോണിൽ കൂടി രൂപ തന്നെയാണ് പാറു എന്നും മോഹിനി കാരണം നമ്മുടെ കുടുംബം വലിയൊരു ആപത്തിൽ പെട്ടിരിക്കുകയാണെന്നും എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണമെന്നും പറയുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. മറുവശത്ത് ദേവിക മോഹിനിയുടെ കൂടെയുള്ളതാണോ എന്ന് കണ്ടുപിടിക്കാൻ പാറു പുതിയൊരു പ്ലാൻ ചെയ്യുകയാണ്. പാറു രംഭയോട് ദേവിക എല്ലാ സ്വത്തും മോഹിനിക്ക് എഴുതി കൊടുക്കുകയാണെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന രംഭയ്ക്ക് മോഹിനിയോട് ചെറുതായി ദേഷ്യം തോന്നുകയാണ്. തുടർന്ന് രംഭയും പാറുവും കൂടി മോഹിനിയെയും ദേവികയെയും പിരിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. അടുത്ത സീനിൽ ദേവിക അവരുടെ കുടുംബത്തിലെ പാരമ്പര്യ വളം മോഹിനിക്ക് ഇട്ടുകൊടുക്കുകയാണ്. മോഹിനി സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഇതിൽ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് രംഭ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ചങ്കു പാറുവിന് ഫ്ലവർ കൊണ്ട് കൊടുക്കുകയാണ്. രണ്ടുപേരും ഓരോന്നും പറഞ്ഞു നിൽക്കുന്നത് നോക്കി നിൽക്കുകയാണ് ദേവ്. അത് കാണുന്ന മോഹിനി ദേവിനോട് നമ്മളെപ്പോലെ തന്നെ ചങ്കുവും പാറുവും നല്ല ജോഡികളാണ് എന്ന് പറയുന്നത് കേൾക്കുന്ന ദേവ് അവിടെ നിന്നും പോകുന്നു. എല്ലാവരും അവിടെ നിന്ന് പോകുമ്പോൾ കയ്യിലിരിക്കുന്ന പൂവ് സ്മെല്ല് ചെയ്യുന്ന പാറു അലർജി കാരണം തുമ്മാൻ പോകുമ്പോൾ ദേവ് പാറുവിന്റെ മൂക്കിൽ പിടിക്കുകയാണ്. എന്നിട്ട് പാറുവിനോട് പൂവ് കയ്യിൽ വാങ്ങുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു, പൂവ് സ്മെല്ല് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. പൂവ് വേണ്ടെന്ന് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിക്കുകയാണ് ദേവ്. അത് കേട്ട് ദേഷ്യം വരുന്ന പാറു ദേവിന്റെ കൈ പിടിച്ച് മാറ്റിയിട്ട് ദേവിനോട് ഞാൻ ചിരിച്ചാൽ ബുദ്ധിമുട്ടാണ്, ഞാൻ സംസാരിച്ചാൽ ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ തുമ്മുന്നതും ബുദ്ധിമുട്ടാണ്, ഇനി നാളെ ഞാൻ ശ്വാസം വിടുന്നതിലും ബുദ്ധിമുട്ടാണെന്ന് പറയുമായിരിക്കും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ രൂപ അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ചങ്കു പാറുവിന്റെ അടുത്ത് റൊമാൻറ്റിക്കായി സംസാരിക്കുന്നത് നോക്കി ദേഷ്യത്തോടെ ഇരിക്കുകയാണ് ദേവ്.
ഈ സമയം മോഹിനി ഫുഡ് ശരിയായില്ല എന്ന് പറഞ്ഞ് ദേവികയോട് ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് ദേവ്. പാറു സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഇതെല്ലാം പാറുവിന്റെയും രംഭയുടെയും പ്ലാനാണ്. അവിടെ ഇപ്പോൾ ഇരിക്കുന്നത് യഥാർത്ഥ മോഹിനിയല്ല, രംഭ രൂപം മാറിയിരിക്കുന്നതാണ്. മോഹിനിയുടെയും ദേവികയുടെയും ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കുമ്പോൾ അവരുടെ യഥാർത്ഥ ബന്ധം എന്തെന്ന് പാറുവിന് മനസ്സിലാക്കാൻ കഴിയും. ദേവിന്റെ മുന്നിൽ വെച്ച് അമ്മയെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുകയാണ് മോഹിനി. അത് കേട്ട് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് ദേവ്. മോഹിനി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ദേഷ്യത്തോടെ പോകുന്നു. ദേവികയുടെ മരുമകൾ ദേവികയെ അങ്ങനെ പറഞ്ഞതിൽ സന്തോഷത്തോടെ ഇരിക്കുകയാണ് സൂരജും ചാന്ദിനിയും. ദേവിക വിഷമിച്ചിരിക്കുകയാണ്. ശേഷം ദേവ് യഥാർത്ഥ മോഹിനിയുടെ അടുത്ത് പോയിട്ട് മോഹിനിയോട്, എന്റെ അമ്മയോട് ഇങ്ങനെയെല്ലാം സംസാരിക്കാൻ നിനക്ക് എവിടെ നിന്നാണ് ധൈര്യം കിട്ടിയത്? എന്റെ മകൾക്ക് ഒരു അമ്മയെ വേണമായിരുന്നു, എന്റെ അമ്മയ്ക്ക് ഒരു മരുമകളെയും വേണമായിരുന്നു. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. നീ എന്റെ ഫാമിലിയോട് ഇങ്ങനെയൊക്കെ പെരുമാറുകയാണെങ്കിൽ ഈ വിവാഹം ഞാൻ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ദേവ് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. ദേവ് പറഞ്ഞതൊന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് മോഹിനി. അടുത്ത സീനിൽ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് മിശ്രി വരികയാണ്. മിശ്രി ദേവിന്റെ ഫ്രണ്ടാണ്. പാറുവിനെ മിശ്രിക്ക് അറിയാമെന്ന് അവിടെ ആരോടും പറയുന്നില്ല. ബുൽബുൽ മിശ്രിക്ക് പാറുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ശേഷം പാറു ബുൽബുലിന് ഫുഡ് കൊടുക്കുന്നത് നോക്കി ചെറു പുഞ്ചിരിയോടെ സന്തോഷത്തോടെ നിൽക്കുന്ന ദേവിനെ മിശ്രി കാണുന്നു. അത് കാണുന്ന മിശ്രി ദേവിനോട് കാര്യം ചോദിക്കുമ്പോൾ നീ വിചാരിക്കും പോലെ ഒന്നുമില്ല എന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ് ദേവ്. ഒരാൾ സന്തോഷിക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുകയാണെങ്കിൽ, ഒരാൾ വിഷമിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം ദേവ്. ദേവിന്റെ വിവാഹമാണ് നടക്കാൻ പോകുന്നത്, പിന്നീട് വിഷമിച്ചിട്ട് കാര്യമില്ല. പ്രണയത്തിന്റെ സ്റ്റോറി ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദേവ് എന്ന് മിശ്രി പറയുന്നത് കേട്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ദേവ് പോകുന്നു. ദേവ് മാറി നിന്ന് പാറുവിനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ മിശ്രി പറഞ്ഞ വാക്കുകൾ ദേവിന് ഓർമ്മ വരുന്നു. അടുത്ത സീനിൽ ദേവികയെ കാണാൻ വേണ്ടി ദേവികയുടെ റൂമിൽ പോകുന്ന മോഹിനി ദേവികയോട് എന്റെയും ദേവിന്റെയും ഇടയിൽ പ്രശ്നമുണ്ടാക്കുന്നത് എന്തിനാണെന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ദേവിക നടന്ന സംഭവമെല്ലാം പറയുകയാണ്. അപ്പോൾ മോഹിനിക്ക് ഇതെല്ലാം രംഭയാണ് ചെയ്തതെന്ന് മനസ്സിലാവുകയാണ്. അത് മനസ്സിലാക്കുന്ന മോഹിനി അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നത് കാണുന്ന പാറു പകുതി നാഗമായി മാറി അവരുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി പ്രശ്നങ്ങൾ കൂട്ടാൻ വേണ്ടി വാലുകൊണ്ട് ആദ്യം ദേവികയെ അടിക്കുകയും ശേഷം മോഹിനിയെ അടിക്കുകയും ചെയ്യുന്നു. മോഹിനിക്ക് ദേഷ്യം വരികയാണ്. മോഹിനി രക്ഷസായി മാറുന്നു. അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ദേവിക. ഇവരുടെ ഇടയിലുള്ള ബന്ധം എന്താണെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് പാറു. മോഹിനി ദേവികയെ മാന്ത്രിക മുടി കൊണ്ട് ചുറ്റി ഉപദ്രവിക്കുകയാണ്. ദേവികയ്ക്ക് മോഹിനി ഒരു രക്ഷസാണെന്ന് മനസ്സിലാവുകയാണ്. ഈ സമയം അവിടേക്ക് ദേവ് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന മോഹിനി ദേവികയെ തന്റെ കൺട്രോളിലാക്കുകയാണ്. ദേവ് വരുന്നത് കാണുന്ന പാറു ദേവിന്റെ കൂടെ വരികയാണ്. ദേവ് വരുമ്പോൾ കാണുന്നത് മോഹിനി ദേവികയോട് സോറി പറയുന്നതാണ്. മോഹിനിക്ക് പാരന്റ്സ് ഇല്ലാത്തത് കൊണ്ട് ശരിയും തെറ്റും പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു എന്നൊക്കെ സെന്റിമെന്റായും ഇമോഷണലായും ഓരോന്നും പറയുകയാണ്. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാകാതെ നിൽക്കുകയാണ് പാറു. ശേഷം മോഹിനി അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ മോഹിനി രംഭയെ ശക്തി പ്രയോഗിച്ച് ഉപദ്രവിക്കുകയാണ്. അപ്പോൾ രൂപ പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന് രംഭ പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മോഹിനി. ഈ സമയം ദേവിന്റെ അടുത്ത് ഒരാൾ ആൽബം കൊണ്ട് കൊടുക്കുമ്പോൾ ആ ആൽബത്തിൽ പാറുവിന്റെ ഫോട്ടോ കാണുന്ന ദേവ് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ദേവിന് പാറുവുമായുള്ള നല്ല നിമിഷങ്ങൾ ഓർമ്മ വരികയാണ്. മറുവശത്ത് മുത്തശ്ശൻ മോഹിനിയോട് ദേവികയോട് ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയായില്ല, ഈ കുടുംബത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന മോഹിനി മുത്തശ്ശനെ മാന്ത്രിക മുടി കൊണ്ട് ശക്തി പ്രയോഗിച്ച് ഉപദ്രവിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശനോട് എനിക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. മുത്തശ്ശൻ പേടിച്ചു നിൽക്കുകയാണ്. ദേവിക റൂമിൽ വരുന്നുണ്ടെന്ന് അറിയുന്ന മോഹിനി മുത്തശ്ശനെ വെറുതെ വിടുകയാണ്. റൂമിൽ വരുന്ന ദേവിക മുത്തശ്ശനോട് മെഡിസിൻ കഴിക്കാൻ സമയമായി എന്ന് ദേവിക പറയുമ്പോൾ മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം പാറു അതുവഴി പോകുമ്പോൾ മോഹിനിയുടെ റൂമിൽ നിന്ന് ദേവിക ഇറങ്ങി വരുന്നത് കാണുന്ന പാറുവിന് ദേവികയെ ഡൗട്ട് തോന്നുകയാണ്. ദേവിക മോഹിനിയുടെ ആളാണെന്ന് പാറുവിന് കണ്ടുപിടിക്കാൻ കഴിയുമോ? യഥാർത്ഥത്തിൽ ദേവികയുടെ പുറകിലുള്ള രഹസ്യം എന്താണ്? ഇതെല്ലാം അറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക് യു.